അങ്ങനെ എലോൺ മസ്ക് ഇതാ പുതിയൊരു ലോഞ്ച് കൂടി നടത്തിയിരിക്കുകയാണ്. മെസ്സേജിംഗ് ആപ്സിലെ ജയൻസ് ആയിട്ടുള്ള വാട്സാപ്പിനെയും ടെലിഗ്രാമിനെയും വെല്ലുവിളിക്കാൻ ലക്ഷ്യമിട്ട് മസ്ക് അങ്ങനെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടൊരു മെസ്സേജിംഗ് ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്, എക്സ് ചാറ്റ്. എന്താണ് ഈ മെസ്സേജിംഗ് ആപ്പ് എക്സ് ചാറ്റിന്റെ പ്രത്യേകത? എലോൺ മസ്കിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെയാണ് വാട്സാപ്പ്, ടെലിഗ്രാം തുടങ്ങിയ ജനപ്രിയ മെസ്സേജിംഗ് ആപ്പുകൾക്ക് ഒരു കോമ്പറ്റീറ്ററായി എക്സ് ചാറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എക്സ് ചാറ്റ് പൂർണ്ണമായും മെസ്സേജിംഗിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് എക്സിനെ ഒരു ഓൾ ഇൻ വൺ ആപ്പാക്കി മാറ്റുന്നതിനുള്ള മസ്കിന്റെ അടുത്ത ചുവടുവെപ്പാണ്. യൂസേഴ്സ് പ്രൈവസി, കൺവീനിയൻറ്റ് കമ്മ്യൂണിക്കേഷൻ ഇതൊക്കെ വർദ്ധിപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന നിരവധി ഫീച്ചേഴ്സുകളോട് കൂടിയാണ് എക്സ് ചാറ്റ് വരുന്നത്. എക്സ് ചാറ്റിൽ ബിറ്റ്കോയിൻ ശൈലിയിലുള്ള എൻക്രിപ്ഷൻ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ മെസ്സേജസിനെ അനധികൃത ആക്സസിൽ നിന്ന് ഇത് സംരക്ഷിക്കുന്നു. സംഭാഷണങ്ങൾ സ്വകാര്യമായും രഹസ്യമായും തുടരുന്നുവെന്ന് ഇത് ഉറപ്പാക്കുന്നു. ഇതിനു പുറമെ എക്സ് ചാറ്റ് ഡിസപ്പിയറിംഗ് മെസ്സേജസും എൻഷുർ ചെയ്യുന്നുണ്ട്. ഇത് യൂസേഴ്സിന് ഒരു നിശ്ചിത കാലയളവിന് ശേഷം അവരുടെ ചാറ്റുകൾ സ്വയമേ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. ഇത് സെൻസിറ്റീവ് ആയിട്ടുള്ള ചാറ്റ്സിന്റെ സ്വകാര്യത ഉറപ്പുവരുത്തുന്നു. ആൻഡ്രോയിഡ്, iOS, വെബ് എന്നീ വ്യത്യാസമില്ലാതെ തന്നെ യൂസേഴ്സിന്റെ ഇടയിൽ തടസ്സമില്ലാത്ത കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കുന്ന തരത്തിൽ ക്രോസ് പ്ലാറ്റ്ഫോം ഓഡിയോ, വീഡിയോ കോളുകൾക്കും എക്സ് ചാറ്റിലൂടെ ലഭ്യമാണ്. കൂടാതെ എക്സ് ചാറ്റ് യൂസേഴ്സിന് മറ്റ് എക്സ് ചാറ്റ് യൂസേഴ്സുമായി ഫയലുകൾ എളുപ്പത്തിൽ ഷെയർ ചെയ്യാനും സാധ്യമാണ്. ഈ ഫീച്ചേഴ്സ് എല്ലാം തന്നെ വാട്സപ്പ്, ടെലിഗ്രാം പോലുള്ള മെസ്സേജിംഗ് ആപ്പുമായി നേരിട്ട് മത്സരിക്കാനുള്ള എക്സ് ചാറ്റിന്റെ സാധ്യത എടുത്തു കാണിക്കുന്നു. വേഗതയ്ക്കും സുരക്ഷയ്ക്കും പേരുകേട്ട റസ്റ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് എക്സ് ചാറ്റ് നിർമ്മിക്കാനായി ഉപയോഗിച്ചിട്ടുള്ളത്. നിലവിൽ എക്സ് ചാറ്റ് ബീറ്റ വേർഷനിലാണ്. സെലക്റ്റഡ് യൂസേഴ്സിനും ഡെവലപ്പേഴ്സിനും മാത്രമാണ് ഇത് ലഭ്യമാകുന്നത്. ആൻഡ് ഇമ്പോർട്ടൻ്റ്ലി പണം നൽകി എക്സ് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രമായിട്ടാണ് എക്സ് ചാറ്റ് ലഭ്യമാകുന്നത്. പരിമിതമായിട്ടുള്ള ഫീച്ചറുകളോട് കൂടി ഫ്രീ യൂസേഴ്സിന് പിന്നീട് ഇത് ലഭ്യമാവോ എന്നുള്ളതിന് ഇതുവരെ വ്യക്തമായിട്ടുള്ള കാരണമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? മാർക്കറ്റിംഗ് രംഗത്ത് ഇതൊരു വലിയ മാറ്റത്തിന് കാരണമാകാൻ സാധ്യതയുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്തോളൂ. ഇതേപോലത്തെ അപ്ഡേറ്റുകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ.